അഹങ്കാരം എന്ന പാവത്തിന് പലരും അടിമപ്പെട്ടു പോകാറുണ്ട്. നമുക്കറിയില്ലെങ്കിലും നമ്മുടെ വാക്കുകളിലും നടപ്പുകളിലും പെരുമാറ്റങ്ങളിലുമൊക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാറുണ്ട്. അപ്പോൾ തന്നെ അറിഞ്ഞുകൊണ്ടും അഹങ്കരിക്കുന്നവരുണ്ട്. നമുക്ക് അഹങ്കാരമുണ്ടെന്ന് തിരിച്ചറിയാതെ അഹങ്കരിച്ചു പോരുന്നവരാണ് അനേകരും. ഇങ്ങനെയുള്ളവർ നമ്മൾ മറ്റുള്ളവരെക്കാളും കഴിവുകളും സമ്പത്തും ബന്ധങ്ങളും ശക്തിയും സ്വാധീനവും ഉണ്ടെന്ന് തോന്നൽ പലപ്പോഴും അവരെ അഹങ്കാര ചിന്തയിലേക്ക് നടത്തുന്നു. മാത്രമല്ല, പലപ്പോഴും ഇങ്ങനെയുള്ളവരുടെ വായിൽ നിന്നും ചീത്തതരമോ നിന്ന വാക്കുകളോ ആഭാസകരമായ വാക്കുകളോ പുറപ്പെടുന്നു. ഇതിൻ്റെ അനന്തരഫലം പലപ്പോഴും മറ്റുള്ളവരെ ആഴമേറി മുറിവേൽപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും കരയിക്കുകയും ചെയ്യുന്നു. അഹങ്കാരം കൊണ്ട് മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുമ്പിൽ സ്വയം അപഹാസ്യരാകുന്നു എന്നുള്ളതല്ലോ സത്യം. വിശുദ്ധ തിരുവചനം പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയേറിയ കരങ്ങളിൽ താഴ്മയുള്ളവരായിരിക്കുക, അപ്പോൾ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ആയതിനാൽ നാം വേദപുസ്തകം പറയുന്നത് പോലെ ഡംഫിച്ച് ഇനി സംസാരിക്കരുത്. നിങ്ങളുടെ വായിൽ നിന്നും അഹങ്കാരം പുറപ്പെടരുത്. നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളും ദൈവം തന്നതാണുള്ള ബോധ്യത്തിൽ ദൈവസന്നിധിയിൽ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഈ ചിന്തകൾ മറ്റുള്ളവരെ നമ്മളെക്കാളും ശ്രേഷ്ഠരായി കാണുവാനും മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കുവാനും അവരെയും വളർച്ചയിലേക്ക് നയിക്കുവാനും സാധിക്കും. ഇതാണ് അഹങ്കാരത്തെ ഇല്ലായ്മയാക്കാനുള്ള ഏക മാർഗം. അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കണം.